ആയിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ദൂത് നമുക്കൊരുമിച്ച് പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം മടങ്ങിപ്പോകാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 48-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചത്. വചനം ഇങ്ങനെ പറയുന്നു: ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞ ആഴ്ചകൾക്കകത്ത്, എൻ്റെ ലൈഫിനകത്ത് ഇന്നുവരെയും ഫേസ് ചെയ്യാത്ത പ്രതിസന്ധികൾ, ആകുലതകൾ, ചിന്തകൾ, ഭാരങ്ങളൊക്കെയും വെളിപ്പെട്ടപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനമാണ്: ഞാൻ നിന്റെ ദൈവമാകുന്നു. അത് പദം എന്ന് പറയാമോ? ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ സങ്കീർത്തനക്കാരനോട് കൂടെ ചേർന്ന് പറയാമോ? ഈ ദൈവം എൻ്റെ ദൈവമാണ്. ആ കര ഉയർത്തിയൊക്കെ ഒന്ന് പറ: ഈ ദൈവം എൻ്റെ ദൈവമാകും. ഹൃദയത്തെ തൊട്ടൊന്ന് പറഞ്ഞാട്ടെ: ഈ ദൈവം എൻ്റെ ദൈവമാണ്. ആമേൻ. പ്രിയരെ, ഈ ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ടാണ് ഇന്നും നാം തകരാതിരിക്കുന്നത്. എത്രയോ സാഹചര്യങ്ങൾ വന്നു, എത്രയോ പ്രതിസന്ധികൾ വന്നു, എത്രയോ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു, എത്രയോ തിരമാലകൾ ആർത്തിരമ്പി വന്നു. ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തും നമ്മുടെ പടകിനെ തേടി ഒരു കർത്താവ് വന്നു. ഇന്ന് പകൽക്കാലം എന്നെക്കാളും ഈ വചനം നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ എന്നെക്കാളും പറയാൻ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. ഇന്ന് പകൽ എത്ര ഉയർത്തിയാലും, എത്ര ജീവിതത്തിന്റെ താഴ്ചയിലാണെങ്കിലും ഇന്ന് പകൽ ഈ ദൈവത്തെ മറന്നു പോകരുത്. ഈ പകൽക്കാലം ഇത്രയും അല്ല ആരാധന ഇവിടെ നടക്കുമ്പോൾ ഒന്ന് കൈയടിക്കാൻ അസ്വസ്ഥപ്പെടുന്നവരെ ഞാൻ കണ്ടു. ഒന്ന് വാതറം ആരാധിക്കാൻ മടിക്കുന്നവരെ ഞാൻ കണ്ടു. ഹലോ, ഒന്ന് നിർത്തിയെങ്കിൽ ഒന്ന് ഇരുന്ന് കളയാമെന്ന് ചിന്തിച്ചവരെ ഞാൻ കണ്ടു. മടുത്ത് ഇരുന്നവരെ ഞാൻ കണ്ടു. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അവസ്ഥകളിൽ എന്നും ഈ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ കഴിയില്ല. ഇങ്ങനെ ആരാധന സന്തോഷത്തോടെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. ഈ പകൽക്കാല ജീവനുള്ള ആളുകൾ ദൈവം തരുന്ന ശക്തിയുള്ളപ്പോ ദൈവത്തെ നന്നായി സ്തുതിച്ചാണ്. ആമേൻ. എന്നും കൈയടിക്കുന്ന ഈ കൈക്ക് ബലം കാണണമെന്നില്ല. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണി തരുന്ന കാലുകൾക്ക് ഈ ശക്തി കാണണമെന്നില്ല. ആമേ. വാഗീറി വിളിക്കുന്ന ഈ വാക്യം, ഈ മാവിനും ആരോഗ്യമുണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു നാൾ ആരോഗ്യമുള്ളപ്പോൾ നീ ദൈവത്തെ സ്തുതിച്ച, ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ ആരാധിച്ച, ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന, ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാ: കഷ്ടകാലത്തിന്റെ ദൈവം അടുത്ത തുണയായിരിക്കും. വേദനയുടെ നാളുകളിൽ അവൻ പിന്നെ വഴിമടച്ചുന്നവനായിരിക്കും. പലരും സ്കൂള് കട്ടിയുന്നത് പോലെ ആരാധന കട്ടിയുന്നേ. പലരും സ്കൂളിന് കൊടുക്കുന്ന പ്രാധാന്യം ആരാധനയ്ക്ക് കൊടുക്കുന്നേ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ലഭിക്കുന്ന ആയുസ് ദൈവത്തെ സ്തുതിച്ചോണം. ലഭിക്കുന്ന ആളുകൾ ദൈവത്തെ സ്തുതിച്ചോണം. കഴിഞ്ഞ ദിവസം ലൈവാണെങ്കിലും ഹൃദയത്തിനകത്ത് ആരെയും വിമർശിക്കുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഒരു മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തി. തൻ്റെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ
ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബൈബിൾ കോളേജിൽ, ഡെറാഡൂൺ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയ ദൈവമനുഷ്യൻ. നോർത്ത് ഇന്ത്യയുടെ വിളിയുള്ളവൻ ഏതൊക്കെ ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്ത് വിളി മറന്നു, ആരാധന മറന്നു. പക്ഷേ 47-ാമത്തെ വയസ്സിൽ ജനുവരി മാസത്തിൽ താൻ ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫ്യൂണറൽ സർവീസൊക്കെ പോയില്ല, ശാരീരിക ബലഹീനത കൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ ഞാൻ കാണുന്ന സമയത്ത് അവർ പറഞ്ഞതെല്ലാം ഇങ്ങനെയാണ്: ആരാധന പോലും പൂർത്തീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആരാധനയുടെ പാതിയാവുമ്പോൾ ഇറങ്ങി പോകും. ആരാധനയ്ക്ക് വരുന്നത് കണ്ടിട്ടില്ല. കാത്തിരിപ്പ് യോഗങ്ങൾക്കോ കോട്ടേജ് മീറ്റിങ്ങുകൾക്കോ ഉപവാസ പ്രാർത്ഥനകൾക്കോ ഇവനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ക്യാൻസർ എന്ന വ്യാധി തന്നെ പിടിച്ചപ്പോൾ താൻ പറഞ്ഞത്, ദൈവദാസനോട് പറഞ്ഞത്, എനിക്കിത് വന്നത് നല്ലതെന്നാ. എല്ലാം പിടികിട്ടിയോ? എനിക്കിത് വന്നത് നല്ലതെന്നാ. കാരണം എന്തെന്നറിയാമോ? ഇത് വന്നതും നല്ലതെന്ന് പറയാൻ കാരണം, അത് വന്നതുകൊണ്ട് ഉപേക്ഷിക്കേണ്ട പലതും ഞാൻ ഉപേക്ഷിച്ചു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? അവസാനത്തെ 6 മാസം പള്ളിയിലുള്ള എല്ലാ മീറ്റിങ്ങിനും പോകുമായിരുന്നു. അവസാനത്തെ പാത്രവും കഴുകി വെച്ചിട്ട് താൻ വീട്ടിൽ പോകത്തുള്ളൂ. പക്ഷെ ആ മനുഷ്യന് സ്വർഗത്തിൽ പോകുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയേക്കാം. അമ്മേ, ഇതിനകത്ത് പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ആർക്കും സ്വർഗത്തിൽ പോകുമെന്ന് ആരെക്കുറിച്ച് പറയാൻ കഴിയില്ല. അവനവന് മാത്രമേ അറിയാവൂ. അവനവന് മാത്രമേ ഉറപ്പിക്കാൻ കഴിയൂ. അവനവന് മാത്രമേ മിഥ്യത ഉറപ്പിക്കാൻ കഴിയൂ. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തൊരു ശുദ്ധീകരണത്തിന്റെ നാളെ ദൈവം കൊടുത്തെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതുപോലൊരു കാലഘട്ടം ദൈവം തരണമെന്നില്ല. എന്ന് വേണമെങ്കിലും മരണമെന്ന 3 അക്ഷരം വിളിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവമാണ് ഈ ദൈവമെന്ന് ഉറപ്പുള്ളവന് വചനം പറയുന്നത് ജീവപര്യ വചനം പറയുമ്പോ മറ്റൊരു ഭാഷയിൽ പറയുകയോ, മരണത്തിനപ്പുറവും അവൻ വഴി നടത്തുന്നവനാണ്. എന്റെയൊക്കെ ഭാഷയിൽ ഞാൻ ചിന്തിച്ചത്, ആ ദൈവ മനുഷ്യൻ അന്ന് നന്നായി ദൈവവേല ചെയ്തെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും അറിയപ്പെടുന്ന ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നേനെ. ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നേനെ. തന്റെ ഫ്യൂണറൽ സർവീസിനകത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ കോളേജിലെ രജിസ്ട്രാറാണ്. തന്റെ കൂടെ പഠിച്ച വ്യക്തി ഫെയ്ത്തിലെ രജിസ്ട്രാറാണ്. ഇന്ന് പകൽക്കാലം കേട്ട പ്രിയരെ, ദൈവം തരുന്ന ആയുസ്, ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്ന ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ജീവിതത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ദൈവം നമ്മെ പിടിക്കും കേട്ടോ. ദൈവം നമ്മെ അങ്ങ് തൊടും കേട്ടോ. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ വരും. പക്ഷെ ഇന്ന് പകൽ ദൈവത്തോട് പറയണ, ഈ ദൈവം എന്റെ ദൈവമാണ്, ഈ ദൈവം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആ സാക്ഷ്യം നമുക്കുണ്ടാകണം. എന്ത്? ഈ ദൈവം എന്റെ ദൈവമാണ്. ഈ ദൈവം ഉള്ളത് കൊണ്ടാണ് നാം നിലനിന്നത്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പ്രതികൂലങ്ങൾ, എത്ര പ്രതിസന്ധികൾ, എത്ര ആകുലതകൾ, എത്ര പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചു. അവിടെയൊക്കെ മനുഷ്യരെ സഹായം നമ്മൾ തേടി. മനുഷ്യർ കരുതുമെന്ന് കരുതി, മനുഷ്യർ തരുമെന്ന് കരുതി, മനുഷ്യർ കൂടെ കാണുമെന്ന് കരുതി. ഞാൻ എപ്പോഴും പറയാം, ചിരിച്ചു കാണിക്കുന്ന ചിരികളൊന്നും ചിരിയല്ലെന്ന് മനസ്സിലാക്കുന്ന ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. ഫോൺ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും, കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും. എന്താ ബഹുമാനമാ, എന്താ ആദരവാ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവരാരും നമ്മെ കൂടെ കാണില്ല.
ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവരാരും നമ്മുടെ കൂടെ കാണില്ല പ്രിയരെ. ഒന്ന് ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഒന്ന് കാലൊന്ന് ഇടറിയാൽ ഇവരാരും നമ്മുടെ കൂടെ കാണില്ല. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാ, ഉലകത്തിൽ ആരുമില്ലാത്ത സാഹചര്യത്തിലും കൂടെ വരുന്നൊരു ദൈവമുണ്ട്, കൂടെ വരുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ ഈറനണിഞ്ഞ കണ്ണുമോ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ സ്നേഹിതേ, ഇന്ന് പകൽ നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കൈവിടാത്തൊരു അപ്പനുണ്ട്. മരണമിടലിന്റെ താഴ്വരയിൽ നിന്നോട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂരിരുളിന്റെ വേളകളിൽ സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോൾ ഓടിച്ചെന്നിരിക്കാൻ പറ്റിയൊരു പാദം നമുക്കുണ്ട്, ചാരിക്കിടക്കാൻ പറ്റിയൊരു മാറിടം നമുക്കുണ്ട്. അത് നാം ആരാധിക്കുന്ന ദൈവമാണ്, നാം സ്തുതിക്കുന്ന ദൈവമാണ്, നാം കണ്ടുമുട്ടിയ നല്ല കർത്താവാണ്. ഇന്ന് പകൽ ദൈവത്തോട് പറയണം, അപ്പാ ഞാൻ ജീവനോടിരിക്കുന്നത് അങ്ങന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. എൻ്റെ തലമുറകൾ നശിച്ചു പോകാത്തത് അങ്ങന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ സഭ ഇതുപോലെ നിലനിൽക്കുന്നത് ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. മമ്മായി കരമടിച്ച ദൈവത്തിനും ആരാധന. മമ്മായി 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 ഹൃദയം തുറമ, ഹൃദയം തുറമ. അമ്മേ പ്രിയരെ, മനുഷ്യൻ സമയമില്ല, മനുഷ്യൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് നമ്മിൽ എന്തെങ്കിലും നന്മ കാണുമ്പോഴാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുക, മനുഷ്യൻ നമ്മെ ചേർത്ത് പിടിക്കുന്നത് എന്തെങ്കിലും നന്മ കാണുമ്പോഴാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഇന്മലകളെ തന്നെ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിയേ. പ്രതിസന്ധി വന്നപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? പ്രതികൂലം വന്നപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് അവനിൽ നന്മയുള്ളപ്പോഴാണ്. അവനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് തോന്നുമ്പോൾ മനുഷ്യൻ അവനെ ചേർത്തു നിർത്തും. ഹല്ലേലൂയ. മനുഷ്യൻ അവനെ ചേർത്ത് നിർത്തും. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത പറയാം. മനുഷ്യൻ നന്മയുള്ളപ്പോൾ ചേർത്ത് നിർത്തും. മനുഷ്യൻ വളരുമ്പോൾ ചേർത്ത് നിർത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തി ആലയത്തിനകത്ത് കയറി വന്നു. ഞാൻ ചെയറിട്ടു, എന്നോട് കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്. എൻ്റെ മാതാവ് ഈ വഴി പോയപ്പോൾ കയറി വന്നു. എൻ്റെ മാതാവ് ഇരിപ്പുണ്ട്, ആ വ്യക്തി ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: ദൈവദാസന്റെ പിതാവിനെ ഈ ദേശത്തിന്റെ ഒരു ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചല്ലോ. അടുത്തൊരു പദം, ദൈവത്തിന് മഹത്വം. ഈ വ്യക്തി ഈ പദം പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, അടുത്ത പദമാ. ഈ ആലയത്തിൽ വന്ന് സ്നാനപ്പെട്ടവരെല്ലാം ഈ ദേശത്തിന് നിന്ദാപാത്രമായിരുന്നവരാണ്. അർത്ഥം, മദ്യത്തിനും മയക്കുമരുന്നിനും മന്ത്രവാദത്തിനും അടിമയായിരുന്നവരാണ് ഇതിനകത്ത് കടന്നു വന്ന പലരും, ഇന്നിരിക്കുന്ന പലരും. നിങ്ങൾ സ്തോത്രം പറയണ്ട. അമ്മേ, ഞാനപ്പോ ചിന്തിച്ചു, ദൈവദാസനെ ആ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എവിടെയായി പോയേനെ. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോ വേറൊരു ചിന്ത എനിക്ക് വന്നത്, ഇവരാലയം ഈ ദേശത്ത് തുടങ്ങിയപ്പോൾ ആ
ആദ്യം എതിർത്ത വ്യക്തിയാണ് ഇപ്പം വന്നിരുന്ന് പറയുന്നത് ഈ ദേശത്ത് ഭയങ്കര ഉണർവായിരുന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അവേ ഈ ആലയത്ത് ദേശത്ത് തുടങ്ങിയപ്പോൾ ആദ്യമായി ദൈവസഭയ്ക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി കഴിഞ്ഞ ദിവസം അമ്മിരുന്ന് പറയുക ഈ ദേശത്തൊരു ഉണർവായിരുന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഹലോ, അമ്മ ഈറനണിഞ്ഞ ചാണകം മെഴുകിയ തറയിൽ ആരാധന, അമ്മ വാടക വീട്ടിന്റെ പുറത്ത് ആരാധന. ഹലോ, അമ്മ ടാർപോളിയം വലിച്ചു കെട്ടിയ ആരാധന. അമ്മാരും വിചാരിച്ചില്ല ഇതുപോലൊരു റോഡ് സൈഡിൽ ഇതുപോലൊരു ആരാധനയാലയം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ദൈവജന ഇവിടെ കടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വല്ലതും പണി കിട്ടുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ഈ അനുഭവം പറയുമ്പോ നിങ്ങളുടെ ജീവിതത്തില് എന്റെ ദൈവം ഇതുപോലെ അകമിയ കുപ്പയിൽ നിന്നുയർത്തി രാജാക്കന്മാരുടെ നടുവിൽ വെറുത്തും ഒരു ദൈവകൃപ. ഞാൻ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തി ഞാൻ പറയുക, ഹല്ലേലൂയ. അമ്മ ആരും നമ്മെ വേണ്ടയായിരുന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? മനുഷ്യന്റെ പാപമാ ഞാൻ പറഞ്ഞേ. അമ്മ ടാർപോളിയത്തിൽ ഇരുന്ന് ആരാധിച്ചപ്പോ, ചാണകം മെഴുകിയ പറയിലും ആരാധിച്ചപ്പോ, അമ്മ ഇവരെല്ലാം വിചാരിച്ചു ഇത് വളരില്ല, ഇത് ഉയരില്ല, ഇത് മാനിക്കപ്പെടില്ല, ഇതിന് വളർച്ചയുണ്ടാകില്ല. അമ്മ ഇവരെല്ലാം ഇതിനെതിരെ നിന്നു. പക്ഷെ ഇമ്മ മാറ്റിയപ്പോ എന്നോടകത്ത് വന്നിട്ട് ചോദിക്കുക, ദൈവദാസനെ ഇതെല്ലാം അടച്ചത് മുമ്പിന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ സൗണ്ട് പ്രൂഫ് ചെയ്യാൻ പോവാ. ഞങ്ങൾ സൗണ്ട് പ്രൂഫ് ചെയ്യാൻ പോവാ. അടുത്ത പദം, ഈ ദേശത്തിന്റെ നടുവിൽ ഇതുപോരാലയം ദൈവം തന്ന കൃപ. വല്ലതും പിടികിട്ടുണ്ടോ പ്രിയരെ? നിന്നിച്ച അതേ മാവ് കൊണ്ട്, അപമാനിച്ച അതേ മാവ് കൊണ്ട്, തകർക്കാൻ ശ്രമിച്ച അതേ മാവ് കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇതൊരു മാന്യത എന്ന് പറഞ്ഞു, ഇതൊരു ഉയർച്ച എന്ന് പറഞ്ഞു, ഇതൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു, ആയിരങ്ങൾക്ക് ഇതൊരു അഭയ കേന്ദ്രം എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് ദൈവകൃപ. ഇന്ന് പകൽ വിശ്വസിക്ക്, തകരും നിന്റെ കുടുംബം, തകരാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിക്കണം, കരമടിക്കണം. നന്നായി ദൈവത്തെ സ്തുതിക്കണം. വലിയൊരു വളർച്ചയുടെ അറ്റ്മോസ്ഫിയർ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞാൻ തുറന്നിടുകയാണ്. വൈഡബാല ഹട്ടബാല ഹട്ടകചാര आओ शे रे थे अडचा रिवनो शेखेरे तुजामा वैडबाल हट खचारा वैडमाना अर्थरे दरंशबाल हटगथेरा थारा सवारव പ്രിയരെ, ഒരു ദൂത് പറയാനാ ഞാൻ അനുഭവം പറഞ്ഞത്. ഇന്ന് നോക്കുമ്പോൾ ലൈവ് ഉണ്ട്, ഇന്ന് നോക്കുമ്പോൾ സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇന്ന് നോക്കുമ്പോൾ ദൈവദാസന്മാരുണ്ട്, ഒന്നിനും കുറവില്ല. ചർച്ചുകളുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഹലോ, ഇന്ന് മാനിക്കപ്പെട്ടു, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു, ദൈവം ഉയർത്തി. അപ്പം മനുഷ്യൻ പറയുക നല്ലത് നല്ലത്. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരു ഗതിക്കും ഹലോ വകയില്ലാതെ, ഒരു നന്മയില്ലാതെ, മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ, നല്ല ആഹാരം കഴിക്കാനില്ലാതെ, ഏതെങ്കിലും വീട്ടിനകത്തിരുന്ന് നീ കരഞ്ഞാൽ നിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? നിന്നെ ആരെങ്കിലും നോക്കുവോ? നീ ഒന്ന് വേദനിച്ചൊന്ന് കിടന്നാൽ, നിന്റെ ജീവിതത്തിനകത്തൊരു രോഗം വന്നാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം
എൻ്റെ ഒരു സ്നേഹിതൻ, പേര് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരം പട്ടണത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്. ആ ദൈവദാസനോട് തൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവദാസനെ, നിങ്ങളുടെ സഭ പോലെ വളർന്നുകൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു എൻ്റെ സഭ. എല്ലാ വർഷവും ഞാൻ പബ്ലിക്കിൽ, ഓപ്പൺ എയറിൽ വലിയ ക്രൂസൈഡുകൾ പോലെയുള്ള കൺവെൻഷൻ വയ്ക്കുമായിരുന്നു. അനേക ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുമായിരുന്നു. ഞാനൊക്കെ ആ ചർച്ചിൽ പോയിട്ടുണ്ട്. ആ ചർച്ചിൻ്റെ, ആ ദൈവദാസന്റെ റൂമിനകത്ത്, വീട്ടിനകത്ത് ഗസ്റ്റുകൾക്ക് പ്രത്യേകം റൂമാണ്. ആ റൂമിലും, ആ ഫ്രഷ് റൂമിലൊക്കെ കയറിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയാണ്. ദൈവദാസന്മാർക്കല്ലാതെ വേറെ ആർക്കും ആ റൂം തുറന്നു കൊടുക്കില്ല. അത്രയ്ക്കും ശക്തമായി വളർന്നുകൊണ്ടിരുന്ന സഭ. പക്ഷേ ആ ദൈവദാസന്റെ ജീവിതത്തിനകത്ത് ചെറിയൊരു പ്രതിസന്ധി വന്നു. വീഴ്ചയല്ല, ആരുടെ ജീവിതത്തിനും വരാവുന്ന ഒരു ചെറിയ പ്രതിസന്ധി. സഭ വളർന്നു. രാവിലെ 5 മണിക്ക് ആരാധനയുണ്ട്, ഉച്ചയ്ക്ക് 1 മണിക്ക് ആരാധനയുണ്ട്, വൈകിട്ട് 7 മണിക്ക് ആരാധനയുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന സഹോദരങ്ങൾ പോലും ഉച്ചയ്ക്ക് അവർ അടുത്തെവിടെയെങ്കിലുമാണ് പണി ചെയ്യുന്നെങ്കിൽ ആഹാരം കഴിച്ചിട്ട് ആ ആലയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക് പോലും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 5 മണിക്ക് സകലരും ആ ആലയത്തിൽ വരും. പ്രഭാത പ്രാർത്ഥനയുണ്ടായിരുന്നു. സഭ വളർന്നു. 10, 100, 200ഓളം വിശ്വാസികളായി. പക്ഷേ പെട്ടെന്ന് ആ ദൈവ മനുഷ്യന്റെ സഭയ്ക്കെതിരെ ഒരു പ്രതിസന്ധി ദേശത്തുനിന്ന് ഉയർന്നു. അതിനെതിരെ നമ്മുടെ സഭയ്ക്ക് വന്നതുപോലെ ഒരു പ്രതിസന്ധി വന്നു. അതിനേക്കാളും ശക്തമായത്, അവിടെ പലതും ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആരോ കൊണ്ട് കേസ് കൊടുത്തു. ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ കേസ് കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവദാസന്റെ ഏകാന്തരി 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു ക്യാൻസറാണ്. 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ക്യാൻസറാണ്. ഈ ലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ട്രീറ്റ്മെന്റുകൾക്കെല്ലാം താൻ ഓടി നടന്നു. പലിശക്കെടുത്തും ലോൺ എടുത്തും വെല്ലൂര് വരെ കൊണ്ടുപോയി കുഞ്ഞിനെ ചികിത്സിച്ചു. പക്ഷെ തൻ്റെ കുഞ്ഞ് 12ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് പോയി. ഹലോ, 12ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് പോയപ്പോൾ തൻ്റെ ഹോളിനകത്ത് കൊണ്ടുവച്ച് ആ ഫ്യൂണറൽ ശുശ്രൂഷ നടത്തിയിട്ട് ആ ദൈവദാസൻ കണ്ണുനീരോടെ അവിടെ ഇരുന്നു. ഫ്യൂണറൽ ശുശ്രൂഷ നടക്കുമ്പോഴും കൂടെ ഇരിക്കുമ്പോഴൊക്കെ ചേർന്ന് വന്ന് താമെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പാസ്റ്റർ ഭാരപ്പെടണ്ട, ഞങ്ങളില്ലേ, ഞങ്ങൾ പാസ്റ്റർ മക്കളല്ലെങ്കിലും ആത്മീക മക്കളല്ലേ. വല്ലതും കേൾക്കുന്നുണ്ടോ? പിറ്റേ ദിവസം ഞായറാഴ്ച, ഇതുപോലൊരു ഞായറാഴ്ച താൻ ആരാധനയ്ക്ക് എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ വന്നുകൊണ്ടിരുന്ന പകുതി വ്യക്തികൾ ആലയത്തിൽ കാണുന്നില്ല. താൻ ഞെട്ടി. ഏകദേശം 200-നും 180-നും അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സഭ 100ആയി ചുരുങ്ങി. ഒറ്റ ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച ആയപ്പോ സഭയിൽ 10 പേരായി. ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ പേര് പറയാത്തത് ലൈവായതുകൊണ്ടാ. ഹലോ, 10 പേരായി. കടം കയറി തകർന്ന് ആ ദൈവ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിരുന്നു കരഞ്ഞു പറഞ്ഞു, പക്ഷേ ഒരു പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തിന് ഇവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തതുപോലെ മധ്യസ്ഥ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഇത് സംഭവിക്കാനില്ലായിരുന്നു. അവൻ നന്നായി പാടുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. ഞാൻ അത് മറന്നുപോയി. ഇവരെങ്കിലും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ചവരെല്ലാം പോയി. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഒരായുസ് മുഴുവനും മധ്യസ്ഥ ചെയ്തവർ തൻ്റെ കുഞ്ഞും മരിച്ച പിറ്റേ ആഴ്ചയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആലയത്തിൽ നിന്ന് പോയി. എന്താ പ്രിയരെ, മനുഷ്യർക്ക് നമ്മളോട് വല്ല സ്നേഹമുണ്ടോ? ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് ആ സഭ വളരുകയാ. ഇന്ന് സഭ 10-80ഓളം വിശ്വാസികളായി, പുതിയ കുടുംബങ്ങളായി സഭ വളരുകയാ. 3 മാസങ്ങൾക്ക് മുമ്പ് ആ സഭയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് സഭയുടെ സാങ്ഷൻ കിട്ടി. ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥന നടത്തി, നല്ലൊരു ആഹാരവും തന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ തകർച്ചകൾ വന്നാൽ ആരും കൂടെ കാണില്ല, ഒറ്റ മനുഷ്യനും കൂടെ കാണില്ല. അപ്പോഴും കൂടെ കാണുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അവൻ എന്നുമെന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ചേർത്ത് പിടിച്ച പ്രാർത്ഥിച്ച വിശ്വാസികൾ നിന്നെ മറന്നേക്കാം, പാസ്റ്റർ നിന്നെ മറന്നേക്കാം, ഉലകത്തിലെ സകലരും നിന്നെ മറന്നേക്കാം, കൂടപ്പറപ്പുകളും കൂടെ ആരാധിച്ചവര് നിന്നെ മറന്നേക്കാം. പക്ഷെ മറക്കാത്തൊരു ദൈവം, അത് ഞാൻ പ്രസംഗിക്കും യേശുവാണ്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബരാധുരി കമനദര. മനുഷ്യൻ നന്മയുള്ളപ്പോൾ മാത്രം കൂടെ കാണും. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നന്മയുള്ളപ്പോഴല്ല നമ്മുടെ ദൈവമായത്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ദൈവം നമ്മെ സ്നേഹിച്ചത് റോമാലേഖനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പിന്മാറിപ്പോയപ്പോൾ, അലോ ദൈവത്തെ മറന്നുപോയപ്പോ, കൂട്ടുകെട്ടുകൂടി മ്ലേച്ഛതയിലേക്ക് പോയപ്പോഴും ദൈവം നമ്മെ കൈവിട്ടില്ല. അവൻ നമ്മെ സ്നേഹിച്ചു. ഒറ്റ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പറഞ്ഞിട്ട് ഞാനിരിക്കാം. ആത്മാവിൽ ഹൃദയം കൊണ്ട് കൈമാറുന്നൊരു ദൂതാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴല്ല, നമ്മുടെ താഴ്ചകളിലും ഈ ദൈവം നമ്മുടെ കൂടെയാണ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? യോസേഫേ, ഈ ദൈവം നിന്റെ ദൈവം എപ്പോഴായത്? നീ മിസ്രൈമിന്റെ ഭരണാധികാരി ആയപ്പോഴാണോ? ഹലോ, നിന്റെ ഭണ്ഡാരം നിറഞ്ഞപ്പോഴാണോ? അപ്പോഴല്ലേ നിന്റെ സഹോദരങ്ങൾ നിന്നെ തേടി വന്നത്? യോസേഫ് പറയും, ഞാൻ മിസ്രൈമിലെ ഭരണാധികാരി ആയപ്പോഴല്ല ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടായത്. ഞാൻ പൊട്ടക്കിണറിൽ വീണപ്പോഴും ഈ ദൈവം എൻ്റെ ദൈവമായിരുന്നു. ഞാൻ അടിമച്ചമ്പയിൽ നിന്നപ്പോഴും ഈ ദൈവം എൻ്റെ ദൈവമായിരുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ഈ ദൈവം എൻ്റെ ദൈവമായിരുന്നു. അടുത്തമാണ് ദൂത്. ഈ ദൈവം എൻ്റെ ദൈവമായതുകൊണ്ട് ഞാൻ രാജസിംഹാസനം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ ദൈവം നിന്റെ ദൈവമായതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ നിനക്കൊരു വകയുണ്ട്. നന്മയുണ്ടായപ്പോഴല്ലോ ജീവിതത്തിന്റെ മരുഭൂമികളില് ഈ ദൈവം ആ ദൂത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഈ ദൈവം യോസേഫിന്റെ ദൈവമായത് മിസ്രൈമിൽ വച്ചല്ല, പൊട്ടക്കിണറിലെത്തിയപ്പോഴും. പൊട്ടക്കിണറിന്റെ പ്രത്യേകത എന്താ? ആമേ സകല മൂക്ക് പൊത്തത്തക്ക രീതിയിലുള്ള ഗന്ധമുള്ള പൊട്ടക്കിണർ, സകല വേസ്റ്റുകളും ഡബ്ബിയുന്നവൻ അമ്മ പൊട്ടക്കിണർ. ആരും അവൻ എത്തി നോക്കാൻ പോലും അറയ്ക്കുന്ന പൊട്ടക്കിണറിൽ വീഴുമ്പോഴും ഈ ദൈവം എൻ്റെ ദൈവമായിരുന്നു. അടിമച്ച
ചന്തയുടെ പ്രത്യേകത എന്താ? സഹോദരങ്ങൾ എണ്ണി എണ്ണി എന്റെ മന്നമേ എന്നിൽ നിന്നും നന്മ പ്രാപിച്ച് അവരെന്നെ വിൽക്കുമ്പോഴും ഈ ദൈവം എന്റെ ദൈവമായിരുന്നു. ആമേ. പോത്തിഫറിന്റെ ഭവനത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ചങ്ങല വച്ച് ഞാൻ കാരാഗ്രഹത്തിൽ പോകുമ്പോഴും ഈ ദൈവം എന്നും എന്നേക്ക് അവൻ എന്റെ ദൈവമായിരുന്നു. അടുത്തമാണ് ദൂത്. അവൻ എന്റെ ദൈവമായത് കൊണ്ടാണ് ഞാൻ എത്തേണ്ടടുത്തെത്തിയത്. 25 വർഷം തിരിഞ്ഞു നോക്കിയ ഈ സഭയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഈ ദൈവം ഞങ്ങളുടെ ദൈവമായതുകൊണ്ട്, നമ്മുടെ ദൈവമായതുകൊണ്ട് ഇന്നിതുവരെ എത്തിയത്. ഹലോ, മനുഷ്യൻ പറഞ്ഞതുപോലെ സഭ വളർന്നപ്പോഴല്ല സഭയുടെ ദൈവമായത്. ആരുമില്ലാത്ത ഒരു ഡ്രമ്മും ഒരു പായുമായി ദൈവദാസന്മാർ മുഴങ്ങാലിരുന്നപ്പോഴും ഈ ദൈവം നമ്മുടെ ദൈവമായിരുന്നു. വല്ലം പിടികിട്ടുന്നുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് നന്നായി ദൈവത്തെ സ്തുതിക്കണം. ഗിദെയോനേ, നീ പരാക്രമശാലിയായപ്പോഴല്ല ഈ ദൈവം നിന്റെ ദൈവമായത്. ഹലോ, നീ ഭയന്ന് ഗോതമ്പിന്റെ ചക്കിന് പുറകിൽ ഒളിച്ചിരുന്നപ്പോഴും മിദ്യാനി അവരെ പേടിച്ചിരുന്നപ്പോഴും ഈ ദൈവം നിന്റെ ദൈവമായിരുന്നു. നീ ഭയം ഇരുന്നപ്പോഴും ഈ ദൈവം നിന്റെ ദൈവമായിരുന്നു. ഈ ദൈവം നിന്റെ ദൈവമായതുകൊണ്ടാ ഗിദെയോനേ നീ പരാക്രമശാലിയായി മാറിയത്. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ കൈമാറുമ്പോ ഈ പട്ടണത്തെ പിടിക്കുന്ന ചില പരാക്രമശാലികൾ ദൈവവചനത്തെ ചുമക്കുന്ന, ദൈവിക കൃപാവരങ്ങളെ ചുമക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചടക്കാം. കൃപയുള്ള ചില പരാക്രമശാലികളെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുക. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചോണ്. ഇന്ന് പകൽ കാഴ്ചക്കാരായി ഇതിനകത്താരുമില്ല. വൈഡബാല ഹടകധാര ധാര ധാരം ധാരം ധാര അക്ഷബാല ഹടകധാര ധാര ധാര ധാരം ധാരം. പിടികിട്ടുന്നുണ്ടോ? പ്രിയരേ, ദൈവമുള്ളത് കൊണ്ട് അവൻ പരാക്രമശാലിയായി മാറിയത്. ഒരു ദൂതും കൂടെ ഞാൻ പറയാം, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദാവീദേ, നീ അഭിഷേകം വീണപ്പോഴല്ല ദൈവം നിന്റെ ദൈവമായി മാറിയത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴും വനാന്തരത്തിലായിരുന്നപ്പോഴും ഈ ദൈവം നിന്റെ ദൈവമായിരുന്നു. ഈ ദൈവം നിന്റെ ദൈവമായിരുന്നത് കൊണ്ട് ശൗലിനെ മാറ്റി ഞാൻ നിനക്ക് രാജസിംഹാസനത്തെ ഞാൻ ഒരുക്കിയത്. ഇന്ന് പകൽ വിശ്വസിക്ക്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലരെ മാറ്റിയിട്ട് ചിലരെ ഇരുത്തുന്ന ദൈവത്തിന്റെ വലിയ ഫേവർ വെളിപ്പെടുക. മറ്റാർക്കോ വെളിപ്പെടേണ്ട ചില നന്മകൾ എന്റെ ദൈവം നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് വഴിതിരിച്ച് യോഗ്യതയില്ല, പ്രാപിക്കാൻ അർഹതയില്ല. പക്ഷേ റെഡിയായിക്കോ. കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നിന്റെ ദൈവമായിരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവം നിന്റെ ദൈവമായിരുന്നു.
ഇന്ന് പകൽ ആത്മാവാരെയൊക്കെ നോക്കി പ്രവചിക്കുക. നിന്റെ കഴിവ് കൊണ്ടെത്താൻ കഴിയാത്തടുത്ത്, നിന്റെ പ്രാപ്തി കൊണ്ട് നിനക്ക് പണിയാൻ കഴിയാത്തത്, നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്തത്, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ പരാക്രമശാലിയായി മാറ്. ആർക്കവയില്ലാത്തടുത്ത് നിന്റെ തലമുറ എന്റെ ദൈവം നിറുത്ത്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തുനിന്ന് ഞാൻ ഏറ്റെടുത്ത ദൂത ദൈവാത്മാവ് ഹൃദയത്തിനകത്ത് തരുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു തരാം. വചനം പറയുന്നു, കുറേനക്കാരനായ ശീമോൻ ക്രൂശിന്റെ അറ്റം ചുമന്നപ്പോൾ അവന്റെ തലമുറ കർത്താവിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, അവന്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധരായി. അപ്പൻ പുസ്തകം എടുത്തപ്പോൾ തലമുറകൾ പ്രസിദ്ധരായി. ഒരു ദൂത്, ആ ദൂതന്റെ ഹൃദയത്തെ ചലിപ്പിച്ചത്, മക്കൾ പുസ്തകമെടുക്കുമ്പോൾ അവർ മുഖാന്തരം അവരുടെ പിതാക്കന്മാർ, അവരുടെ മാതാക്കൾ വല്ലോ പിടികിട്ടിയോ? മകളെ, ഒരു കാലഘട്ടത്തിനകത്ത് അപ്പൻ ദൈവകൃപയിൽ നിന്നപ്പോൾ മക്കൾ പ്രസിദ്ധരായി മാറി, മക്കൾ രാജ്യങ്ങൾ അറിയുന്നവരായി മാറി. അർഗബയില്ലാത്ത സിംഹാസനത്തിൽ തലമുറകളെ ഇരുത്തി. ഞാൻ ആ ദൂത് തിരിച്ചു പറയുക. മക്കളുമാരുണ്ടെങ്കിൽ പിടിച്ചോണം കേട്ടോ. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേർ എന്നെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ? കരയും അമ്മന്റെ മാതാവിന്റെ കണ്ണുനീർ തുടക്കണമമ്മ. തകരുന്ന അമ്മന്റെ കുടുംബത്തെ ഒന്ന് പിടിച്ചു കയറ്റണമമ്മ. കയറിക്കിടക്കാൻ ഭവനമില്ലാത്ത നിന്റെ കുടുംബത്തിന് ഒരു ഭവനം പണിയണമമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ആഗ്രഹിക്കുക, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കാരണം നിന്റെ മാതാപിതാക്കൾ അവരുടെ പേർ വലുതാകും. വലുതാക്കാൻ കഴിയും. അത് മനുഷ്യനിലുള്ള ആശ്രയത്താൽ കഴിയില്ല. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവം. നമ്മുടെ പിടിക്കണ്ട, എന്റെ ദൈവം. കോരകപുത്രന്മാർ പറയുക, ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാണ്. മനുഷ്യൻ നീ പരാക്രമശാലിയാകുമ്പോൾ, മിഥ്യാനിയർക്ക് നീ പേടി സ്വപ്നമായി മാറുമ്പോൾ, നിന്റെ അടുക്കൽ ബന്ധം കൂടാൻ വരും, നിന്റെ അടുക്കൽ ചേർന്ന് നിൽക്കാൻ വരും. നിന്നെ പൊട്ടക്കിണറിലിട്ട അതേ സഹോദരന്മാർ നീ മിസ്രയീമിലെ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കാലിച്ചാക്കുമായി നിന്നെ കാണാൻ വരും. വല്ലം പിടികിട്ടുന്നുണ്ടോ? ഇത് മനുഷ്യന്റെ സിസ്റ്റമാ. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം, നീ ചക്കിനിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവൻ നിന്റെ ദൈവമാണ്. പൊട്ടക്കിണറിൽ കിടക്കുമ്പോ ഒന്ന് പറഞ്ഞാട്ടെ, ഹീ ഈസ് മൈ ലോർഡ്, അവൻ എന്റെ ദൈവമാണ്.
എന്റെ വസ്ത്രം വിവസ്ത്രനായി നിർത്തുമ്പോൾ ഒരു ദൂത് ഞാൻ പറയാം. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പുസ്തകത്തെ അനുസരിച്ചാണ് നീ ജീവിതത്തിൽ ജീവിക്കുന്നത്. ജീവിതത്തിനകത്ത് എമ്പിനെക്കാളും ഇതിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ മകളെ, സിസ്റ്റം മാറി, കാലഘട്ടം മാറി, പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞു, ആരാധിക്കുന്നവർ കുറഞ്ഞു, ആരാധന കേവലം സിസ്റ്റമായി മാറി. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം ഉയർത്തിയത് ഈ ദൈവമാ. ഈ ദൈവമാ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണം ഈ ദൈവമാ. ആ ദൈവത്തെ വിട്ട് നാം പോകുന്നത് തകർച്ചയില്ല. അതുകൊണ്ടാണ് കോരഹ് പുത്രന്മാർ പറഞ്ഞത്, ഈ ദൈവം എന്നും എന്നേക്കും. ഞാൻ ഈ വാക്ക് കഴിഞ്ഞ ദിവസം ലൈവാണ്, ഓപ്പണായി പറയാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമേറിയ ദിവസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇന്ന് പ്രസംഗിക്കാൻ പോലും കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. ഇപ്പോഴും നിൽക്കുമ്പോഴും വലിയ ഭാരം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ വചനം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി, ഒത്തിരി ബലപ്പെടുത്തി. എന്നിട്ട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാ, നിന്റെ ഉയർച്ചയിലല്ലടാ ഞാൻ നിന്റെ ദൈവമായത്, നിന്റെ ശൂന്യതയ്ക്കകത്താ ഞാൻ നിന്റെ ദൈവമായത്. നിന്റെ പിതാക്കന്മാർക്കും അങ്ങനെ ആയിരുന്നില്ലേ? അവരെ ദൈവം ഇത്രത്തോളം ഉയർത്തിയില്ലേ? ഓരോ അധ്യായങ്ങളും ദൈവം എന്നോട് പറയാൻ തുടങ്ങി, പരാക്രമശാലിയായിട്ടല്ല ഇവനെ ഞാൻ ദൈവമായത്, വെറും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പേടിത്തൊണ്ടനായിരുന്നപ്പോ ഇവനെ ഞാൻ ദൈവമായിരുന്നു. ഹലോ, ഇവന് ഞാൻ ദൈവമായത് കൊണ്ടാ ഇവൻ ഇത്രത്തോളം എത്തിയത്. ഓരോ 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 വ്യക്തികളെ എടുത്തു നിർത്തിയിട്ട് പറഞ്ഞു, അടുത്ത പദമാണ് എന്നെ സഹിക്കിയത്, ആ ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ ഞാൻ നിന്റെ ദൈവമാകുന്നു. എല്ലാ കണ്ണും ദൈവസ്ഥലടയിട്ട് ഒരു നിമിഷം വേഗത്തിലൊന്ന് എഴുന്നേറ്റാട്ടെ, വേഗത്തിലൊന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാ കണ്ണും ദൈവസ്ഥലടയണം. തമാശകൾ, ചടങ്ങുകൾ എന്ന ചിന്ത ഇതെല്ലാം മാറ്റിവെച്ച് 2-3 മിനിറ്റ് മാത്രം നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിൽക്കുന്ന സബിംബാസ കയ്യിലൊന്നുമില്ല. ഇന്ന് പകൽ ഈ ദൈവ വചനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ആ പദം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. മാറോട് കരങ്ങളെ ചേർത്ത് പിടിച്ചോ. ഇനി എത്ര കാലം നമ്മൾ ജീവിക്കും? എത്ര കാലം നമ്മൾ ഇങ്ങനെ ഓടും? ദൈവം വച്ച ദൈവിക പദ്ധതിയിലേക്ക്, ദൈവം വച്ച ദൈവിക കരുതലിലേക്ക് നമ്മൾ എത്തിയാലല്ലേ പറ്റത്തുള്ളൂ. ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ആ പദമൊന്ന് പറഞ്ഞാട്ടെ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഒരിക്കൽ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. അർത്ഥം, ഈ ദൈവം എൻ്റെ ദൈവം. നന്മകൾ കണ്ടിട്ടല്ല, വലിയ അനുഗ്രഹം കണ്ടിട്ടല്ല, വലിയ വിടുതൽ കണ്ടിട്ടല്ല, ഒരു ബോബസ് ഉണ്ടെന്ന ബോധ്യത്തിലല്ല, മുൻപും പിൻപും അടയപ്പെട്ട് ജീവിതത്തിനകത്തൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ നീ പറയണം, ഈ ദൈവം എൻ്റെ ദൈവം. ഒന്ന് പറഞ്ഞാട്ടെ, ഈ ദൈവം എൻ്റെ ദൈവം. അപ്പൊ അതൊന്ന് പറഞ്ഞാട്ടെ, റിപ്പീറ്റ് ചെയ്ത, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം.
ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം.